നമസ്കാരം. വളരെ സന്തോഷമായി, വളരെ കാലമായി കേരളത്തിലെ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ പോലും ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ച് അപമാനിച്ച പാവപ്പെട്ട സ്ത്രീകളെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇരകളാക്കി അവഹേളിക്കുന്ന അപമാനിക്കുന്ന ബോബി ചമ്മണ്ണൂരിനെ കേരള പോലീസ് എസ്റ്റേറ്റിൻ്റെ മുറ്റത്ത് നിന്ന് തൂക്കിയെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വളരെ സന്തോഷമായി പോലീസിനെ അഭിനന്ദിക്കുകയാണ്. ഈ കോമാളി വേഷം ധരിക്കുന്ന ഈ വിദ്വാൻ എന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്. മദ്യത്തിന്റെ പരസ്യം പാടില്ലെന്നിരിക്കെ ഇദ്ദേഹം മദ്യത്തിന്റെ പരസ്യം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നു. കള്ള് ഷാപ്പ് വ്യാജ പേരിൽ നടത്താൻ പാടില്ലെന്നിരിക്കെ എറണാകുളത്ത് വ്യാജ കള്ള് ഷാപ്പ് നടത്തുന്നു. ഒരു തരത്തിലും വാങ്ങാനും നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലാത്ത എസ്റ്റേറ്റിൽ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ 100 കണക്കിന് ഏക്കർ ഭൂമി കൊടുക്കും, വീട് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ വഞ്ചിച്ച് കൊടുത്തില്ല. ഇത്തവണയും കൊടുക്കുമെന്ന് പറയുന്നു. ഒരിക്കലും വീടോ നിർമ്മാണ പ്രവൃത്തിയോ നടത്താൻ പാടില്ലാത്ത തൻ്റെ എസ്റ്റേറ്റിലെ ഭൂമി കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. ഇത്തരം വഞ്ചനയും തട്ടിപ്പുമായി നടക്കുന്ന ആള് അവസാനം ഹണി റോസിനോട് ഇപ്പോൾ ബഹുമാനം തോന്നിയാണ്. എനിക്ക് ഹണി റോസിനോട് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷേ ഈ വൃത്തികെട്ടവനെ ജയിലിനുള്ളിലേക്ക് നയിക്കാൻ ഈ തരംതാണ കോമാളി വേഷം കാണിക്കുന്ന ഈ ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്ന വിദ്വാനെ ജയിലിൽ അടയ്ക്കാൻ ഹണി റോസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹണി റോസിനോട് എനിക്ക് അല്പം ബഹുമാനം അക്കാര്യത്തിൽ തോന്നുകയാണ്. ഏതായാലും വളരെ നന്നായി. കുറെ കാലമായി നടക്കുന്നു. ഒരു പെൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിയിട്ട് ഞങ്ങൾ പോയി ഒരു ട്രോഫിയുമായിട്ട് 3 തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ദ്വയാർത്ഥ പ്രയോഗം. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണത്. തിരിച്ചു വരുമ്പോ 3ാമതൊരാളുണ്ടാവും. അയ്യോ, ഗപ്പായിട്ടാണ് ഗപ്പ്. ഒരു പഴംപൊരി വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട സ്ത്രീയോട് വളരെ ദ്വയാർത്ഥത്തോടു കൂടി ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ച് അപമാനിച്ചു. ഇതെന്താ ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? അത് പണ്ട് തൊട്ടേ വളവുള്ളതാണ്. ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്നത്? 2 പേരും കൂടെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഇനിയിപ്പോ അങ്ങനെ വ്യാപകമായി സ്ത്രീകളെ അപമാനിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്ന അതുവഴി തൻ്റെ വ്യവസായം വളർത്താൻ ശ്രമിക്കുന്ന ഈ കോമാളിയെ കേരള പോലീസ് തൂക്കിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പോലീസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. ഒപ്പം ഇവരെ ജയിലിലേക്ക് നയിച്ച ഹണി റോസിനോടും എൻ്റെ ബഹുമാനം. നന്ദി, നമസ്കാരം.